കണ്ണൂരിലേത് കടലാസിലെ കോർപ്പറേഷൻ എന്നാണ് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഷംസുഖാന്റെ അഭിപ്രായം. കണ്ണൂർ കോർപ്പറേഷനിലെ ആയിക്കരയിലാണ്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് മീനിൻ്റെ പണിയും കാര്യങ്ങളും എടുക്കാൻ കഴിയുന്നു, പക്ഷേ ഇവിടുന്ന് നമുക്ക് അതേപോലെ എടുക്കാൻ കഴിയും. ഈ മണൽത്തിട്ട ഉള്ളതുകൊണ്ട് അതിനൊരു സർക്കാർ ഉടനടി എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളും വരുത്തണം. വില കുറവാണ് മീനിന്. ഇത് കൊട്ട ഒരാൾ 200 പറയുന്നു, 200 കൊടുക്കാൻ കഴിയില്ല. എത്ര കൊടുക്കും? ഇത് ഇതൊരു 350-400 രൂപ കൊടുക്കും. കോർപ്പറേഷനിലെ ഭരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറഞ്ഞാൽ ഒരു ജീവിതോപാധിയായിട്ട് എടുക്കുകയായിരുന്നു, അല്ലാണ്ട് ജനസേവന മാർഗമായിട്ടൊന്നും ആരും കാണുന്നില്ല. നിങ്ങൾക്ക് ഇതിപ്പോ 300-200 അങ്ങനെല്ലാം കൊടുക്കും. ഈ കുറഞ്ഞ വിലയില്ല. അല്ല അഡ്ജസ്റ്റ് ചെയ്ത് തരും. അങ്ങനെ പറഞ്ഞാൽ പിന്നെ പിള്ളേർ ആൾക്കാർ 10 ചാകരാറ് ഇങ്ങോട്ടേ കയറി വരും. പിന്നെ ഇവിടെ വയ്യ 10, പിന്നെ ഇവിടെ പായണ്ട ഒരു നമ്മളിടുന്നു. ഇതന്നെ ഇപ്പൊ ഈ കോർപ്പറേഷന്റെ വിടുപ്പുകേട് കൊണ്ട് ഇതിപ്പോ കണ്ടോൺമെന്റ് ഏരിയയിലാണ് ഇപ്പൊ നമ്മൾ ഈ മാർക്കറ്റ് ഉള്ളത്. അവർ ഒയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയം കടലാസിൽ കോർപ്പറേഷൻ എന്ന് മാത്രം വന്നല്ലാണ്ട് ഒരു കോർപ്പറേഷൻ എന്ന് പറയാൻ വേണ്ടി ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. കണ്ണൂരിലേത് കടലാസിലെ കോർപ്പറേഷൻ എന്നാണ് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഷംസുഖാന്റെ അഭിപ്രായം. കോഴിയോടോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഇളയാവൂര് പറയും, ഞാനിത് രാഷ്ട്രീയം പറയുന്നില്ല, ഈ നടപ്പാതെയുള്ള സ്ഥലങ്ങൾ പോയിട്ട് ഇതൊന്ന് താരതമ്യപ്പെടുത്തട്ടെ. ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമാണ്. ആടെ ഇന്ന് വരെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാറ് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് കോടാനുകൂടി ചെലവിട്ടിന് ജനങ്ങൾ അങ്ങനെ അടുത്ത് പൊരിയുന്ന വെയിലത്ത് നിന്നിട്ട് അത് ബസ് കയറും. നിങ്ങൾക്ക് കാറുണ്ടോ? എനിക്ക് കാറില്ല. കാറ് അങ്ങനെ വാങ്ങാൻ പോകാൻ ജാഗ്രത. കാറങ്ങനെ വാങ്ങാം. ഇവിടെ ആൾക്കാരെ നടത്തിട്ട് പോകാൻ കഴിഞ്ഞില്ല, പിന്നെ നമ്മ കാറ് വാങ്ങാൻ. ആ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? കോർപ്പറേഷന് ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. ഇതിപ്പോൾ നിങ്ങൾ കോർപ്പറേഷനും കണ്ടോൺമെന്റ് എല്ലാം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു സൗകര്യം, ഒരു ആനുകൂല്യം ഒന്നും സംഭവം നടക്കുന്നില്ല. ഇവിടെ ഒരു വേസ്റ്റ് വന്ന വേസ്റ്റ് തന്നെയാണ്. ആ വേസ്റ്റ് മാറ്റാനുള്ള ഒരു പ്രതികരണവും ഒന്നുമില്ല. കാരണം ഇത് ആരും തിരിഞ്ഞോക്കില്ല. കാരണം ഇത് നമുക്ക് തന്നെ അറിയില്ല, ഇത് കോർപ്പറേഷൻ്റെ ആണോ ഫിഷറീസിൻ്റെ ആണോ കണ്ടോൺമെന്റിൻ്റെ ആണോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. 10,000 ആൾ ജീവിക്കുന്ന ഒരു കുറഞ്ഞത് 10,000 ആൾ ജീവിക്കുന്ന ഒരു മേഖലയാണ് കുറഞ്ഞത്. അത് 10,000-ഓളം ആളുകളുടെ ജീവനോപാധിയാണ് ഈ സ്ഥലം. ഈ സ്ഥലം ആരുടേത് എന്ന ഒരു നിശ്ചയം ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അത് കണ്ടോൺമെൻറ്റിൻ്റെതാണോ അതല്ല ഫിഷറീസിൻ്റെതാണോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെതാണോ എന്നൊന്നും കൃത്യമായ ധാരണയില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസം നേരിടുന്നു. ഇവിടെ യാതൊരു വികസന പ്രവർത്തനവും നടത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. ഇനി എന്തായാലും ഇനി വരുന്ന ഒരു ഭരണസമിതി എങ്കിലും ഇടപെട്ട് അടിസ്ഥാനമായി വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇവിടെ ആളുകൾക്ക് സൗകര്യമൊരുക്കണമെന്നാണ് ഈ സ്ഥലത്ത് വന്ന് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വോട്ടർ സർക്യൂട്ടായിരിക്കും മനസ്സിലാവുന്നത്. എന്തായാലും നമുക്ക് യാത്ര തുടരാം കണ്ണൂരിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക്.